ഒരു പാട്ട് പാടിക്ക്. ആ പഠിക്കും. ആരാ ഈ പാട്ട് പഠിപ്പിച്ചു തന്നെ? അമ്മ അച്ഛനും. അവർക്ക് ഇതാണോ പണി? ഇതാ പാട്ട് പഠിപ്പിക്കുന്ന പണി? അമ്മയ്ക്ക് എന്താ ജോലി? ജോലി ഉണ്ടോ? അച്ഛനെന്താ ജോലി? എന്താ ജോലി? എന്താ ചെയ്യണ അവര്? അമ്മ വീട്ടിലെ പാട്ട് പാടക്കം. മോള് പറഞ്ഞത് ശരിയാണോ? അച്ഛന് പാട്ട് പാടക്കാണോ ജോലി? അല്ല, സൗദിയിലാണ്. അച്ഛൻ വിമാനത്തിൽ കയറിയിട്ട് ജോലിക്ക് പോയിരിക്കുക സൗദിയില്. പോയിട്ട് വരുമ്പോ അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവരുന്നത്? ചോക്ലേറ്റ്. പിന്നെ എന്തൊക്കെ കൊണ്ടുവരും? ഈ മാല അച്ഛൻ കൊണ്ടുവന്ന സൗദിന്ന്. ഈ ഉടുപ്പ് എല്ലാ സൗദിന്ന്. ഈ ചെരുപ്പോ? ഈ കൊലുസ് ബോംബെന്ന് ആരാ വാങ്ങിച്ചത്? ബോംബെന്ന് വാങ്ങിച്ചതാ ചെരുപ്പ്? ആ ശരിയല്ലേ? അപ്പൊ ഈ ഒരാളെ ഇല്ലൂ? നല്ല വികൃതിയാണോ ആള്? പാട്ട് പാടും. ആ ചെറുതായിട്ടുള്ള വികൃതി. പാട്ട് പാടുന്നൊന്നും ഒരു വികൃതി തരമല്ല. ആണോ? പാട്ട് പാടുന്ന വികൃതി തരാ അല്ല. എനിക്കൊരു കഥ പറഞ്ഞു കേൾപ്പിക്കണം. ഞാൻ നന്ദുവിനോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് വരാവേ. ഹലോ നന്ദുക്കുട്ടാ. വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? അവൻ തന്നെ ആയാ മതി. ഒന്ന് രണ്ടും ചൊല്ലി കേൾപ്പിച്ചേ. 1 2 3 4 5 6 7 8 9 10. ABCD ABCD EFG HIJK LMNOP RFT OBW SYZ. വേറെ പാട്ട് പാടിക്കേ. കാക്കേ കൂടെ എവിടെ? കാക്കേ കൂടെ വിടെ കൂട്ടിന്റെ കത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കുടിക്കാന് കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. എന്താ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പം. എത്ര അപ്പം കഴിക്കും? 4 അപ്പം. 4 അപ്പം പറഞ്ഞു കഴിഞ്ഞു. ഹായ്. പിങ്ക് ഡ്രസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആണോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? പോത്തീസ്. നന്നായിട്ടുണ്ടല്ലോ. ആരാ വാങ്ങിച്ചു തന്നത് ഇത്? ആരാ പറഞ്ഞത് എല്ലാം ഇങ്ങനെ മാച്ചിന് ഇടുന്നെന്ന്? മമ്മി. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടാണോ? ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള? സെല്ലുലോയിഡിൽ അഭിനയിച്ചിട്ടുണ്ടോ? ശരിക്കും? എന്തായിട്ട് അഭിനയിച്ചിട്ട് സെല്ലുലോയിഡിന്റെ മമ്മയുടെ മോളായിട്ട്. ഓ, ഒരു ഫിലിംസ്റ്റാറാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ? ഇഷ്ടപ്പെട്ടോ? ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? പൃഥ്വിരാജ് ചേട്ടനാണോ മമത ചേച്ചിനാണോ? രണ്ടുപേരെ ഇഷ്ടായി. രണ്ടുപേരും എന്ത് പറഞ്ഞു? ഒന്നും പറയാത്തവരെ ഇഷ്ടപ്പെടുന്നേ? അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം. സെല്ലുലോയിഡിലെ പാട്ട് പാടാൻ അറിയോ? കാറ്റേ കാറ്റേ. ഇവിടെ നേരത്തെ കാറ്റേ കാറ്റേ പാടി അല്ലേ? നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കാറ്റേ കാറ്റേ എന്ന് പാടിക്കേ. കൈ അടിച്ചിട്ട് അതാണ് പറഞ്ഞത്. എപ്പോഴും നമ്മൾ കുട്ടികളെ പോലെ ആവണമെന്ന്. കുട്ടികളെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ബോറടിക്കില്ല. ഒരാൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു, ഒരാൾ അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങി, ഒരാൾ മുഴുവനും പാടിക്കഴിഞ്ഞു. വണ്ടർഫുൾ. ഹായ്. ഹലോ മാഡം. എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? കണ്ണ് കൊറേ നേരം ഇങ്ങനെ തുറന്നു നിന്നിട്ട് അടച്ചപ്പോ എന്ത് സംഭവിച്ചു? കണ്ണിന് വെള്ളം വന്നു. സങ്കടം വരുമ്പോഴല്ലേ കണ്ണിന്ന് വെള്ളം വരിക? കണ്ണ് തുറന്നു വെച്ചാ കണ്ണിന്ന് വെള്ളം വരുവോ? കണ്ണ് കൊറേ നേരം അങ്ങനെ നോക്കിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണ് അങ്ങോട്ട് അടഞ്ഞു പോയി. അപ്പൊ വെള്ളം വന്നത്. ഓണോ? അല്ല സങ്കടം വന്നിട്ടല്ലേ?
എന്ത് പറയുമ്പോഴാ സങ്കടം വരാറ് നിങ്ങക്ക്? ചീത്ത പറയുമ്പോ. ആര് ചീത്ത പറയുന്നേ? കുട്ടികളെയൊക്കെ ആരെ ചീത്ത പറയണേ? അമ്മച്ചൻ. അമ്മച്ചൻ. അമ്മച്ചൻ വന്നിട്ടുണ്ടോ ഇപ്പൊ? ആ എന്താ വികൃതി കാണിക്കുമ്പം ചീത്ത പറയും. വല്ലപ്പോഴും ചീത്ത പറയട്ടെ. വല്ലപ്പോഴേ ചീത്ത പറയാറുള്ളൂ? അത് എല്ലാ ദിവസം ചീത്ത പറയോ? എല്ലാ ദിവസവും ചീത്ത പറയും. കൊണ്ടാ എന്താ അമ്മച്ച ഇത്? നമ്മൾ ഒരു കാലത്ത് കുട്ടികളായിരുന്നില്ലേ? ആട്ടിവിളെ എന്ത് വികൃതിയാ കാണിക്കണേ? എന്ത് വികൃതിയാ ചെയ്യണേ മോള്? ഞാനും മറ്റും ഭക്ഷണം വേഗം കഴിക്കാണ്ട് പതുക്കേനെ കഴിക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ വേഗം കഴിക്കാണ്ട് അമ്മച്ചൻ എന്നെ ചീത്ത പറഞ്ഞത്. ഞങ്ങക്ക് പറ്റുന്ന പോലെയല്ലേ ഞങ്ങക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്റെ അമ്മച്ച. എന്താ ഇത്? ഭക്ഷണം തീരെ കഴിക്കില്ല. ആണോ? ഞങ്ങക്ക് വേണ്ടത്രയും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? എന്ത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം? ഐസ്ക്രീം. അതെ, എന്തൊക്കെ കഥയാ അമ്മച്ചൻ പറഞ്ഞു തന്നിട്ടുള്ളത്? കൊറേ കഥകള് പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരെണ്ണം മാത്രം ചിരിക്കാൻ പറ്റിയ കാര്യമുള്ളു. അത് എന്ത് കഥയാ ഒന്ന് പറഞ്ഞേ. ഒരു ദിവസം ഒരു കുട്ടി ടൂറിന് പോയിട്ട് രാത്രിയായിട്ട് കിടന്നുറങ്ങുമ്പോ ഒരു കുട്ടി സ്വപ്നം കണ്ടു. ആ കുട്ടി തന്നെയാണോ സ്വപ്നം കണ്ടത്? അപ്പൊ ആ കുട്ടി സ്വപ്നം കണ്ടത് എല്ലാ കുട്ടികളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ആ കുട്ടി ഇങ്ങനെ സ്വപ്നം കണ്ടത് വെള്ളത്തിൽ ഇങ്ങനെ 4-5 പേരായിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ കിടന്ന് പോണ്. അപ്പൊ ബോട്ട് വരുന്ന പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഇങ്ങനെ നീന്താൻ കഴിയില്ല. അപ്പൊ സ്രാവ് അടിക്കൂടെ വന്നു. സ്രാവ്. അപ്പൊ സ്രാവ് വിചാരിച്ച ഇതെന്ത് ജീവിയാന്ന്. എന്നിട്ട് നീന്തിട്ട് ജീവി പെടുന്ന പിടക്കണ പോലെ എന്നിട്ട് സ്രാവ് വന്നിട്ട് അങ്ങ് വിഴുങ്ങി. സ്രാവിന്റെ വയറ്റിൽ ചെന്ന് ഇങ്ങനെ പഠിക്കാം. രാത്രി ഒരാളിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒരാളിങ്ങനെ എന്ത് പിടക്കുക. അതാരാ കണ്ണു തുറന്ന് നോക്കിയത്? അത് കൂടെ കിടക്കുന്ന ഒരാള്. എന്നിട്ട് എന്ത് ചെയ്തു? എന്റെ മുഖത്തില് ഒരു ഈർക്കോലി ഉണ്ടായിരുന്നു. അതിട്ടിട്ടില്ല മറ്റവന്റെ സ്രാവിന്റെ വീട്ടില് കുത്തുന്ന പോലെ മറ്റവന്റെ പളക്കിട്ട് കുത്തി. ഒന്നുമില്ല, മറ്റവൻ നീട്ടിട്ട് രണ്ടെണ്ണങ്ങൾ കൊടുത്തു തലക്കിട്ട്. അതെ, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ എന്താ? അത് നമ്മളെ പുതിയ ആഘോഷങ്ങൾ. ഈ പുതിയ ആഘോഷങ്ങള് വർഷത്തിൽ എത്ര പ്രാവശ്യം നടത്തും? 1000 പ്രാവശ്യം നടത്തും. 1000 ബർത്ത്ഡേ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എത്ര ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്? 1000. 1000 ആഘോഷിച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്ക് എന്തൊക്കെ കാണും വീട്ടില്? കേക്ക്, ചോക്ലേറ്റ്, ഗിഫ്റ്റ്. ബർത്ത്ഡേക്ക് ആരാ കേക്ക് ഒക്കെ കട്ട് ചെയ്യാ? നിന്റെ ബർത്ത്ഡേക്ക് നന്നായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഞങ്ങള് ബാപ്പയും അമ്മയും കുറച്ച് അവന്റെ അമ്മായും കുട്ടികളും ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം സ്കൂളിൽ കേക്ക് കൊണ്ടുപോയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകണം വാശി പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നായിരുന്നു കേക്ക് മുറിച്ചത്. ആണോ? ടീച്ചർമാർക്കൊക്കെ കേക്ക് കൊടുത്തോ? ഏത് ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാ ടീച്ചറിനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ടീച്ചറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മറ്റു ടീച്ചർമാർക്കൊക്കെ വിഷമാവും. ഏത് ഫ്രണ്ടിനെയാ കൂടുതൽ ഇഷ്ടം? ആർക്കാ കേക്കിന്റെ വലിയ പീസ് കൊടുത്തത്? ഫഹദിനാണ് കൊടുത്തത്. പക്ഷേ ബർത്ത്ഡേ ഒക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്യും. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ജന്മദിനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ ജനിച്ച ദിവസമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ? ജന്മദിനം നമ്മൾ ജനിച്ച ദിവസം. വെരി ഗുഡ്. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചുങ്ങൾക്കൊക്കെ ആഘോഷമുള്ളത്. കൊച്ചുങ്ങളൊക്കെ ആഘോഷിക്കുമ്പോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്തൊക്കെ തരും? എത്ര കേക്ക് തരും? 5 കേക്ക്. ഉടുപ്പ് എത്ര കിട്ടും? ഇഷ്ടമുള്ള വീട്ടിരിപ്പുണ്ട്. അലമാരി നിറഞ്ഞിരിക്കുക. ആണോ? ഉടുപ്പോ? എന്തിനാ നിറച്ചും വെച്ചിരിക്കുന്നത്? ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാടില്ലേ? അച്ഛൻ പോലീസ് ആയതുകൊണ്ട് അച്ഛന് ഇഷ്ടം പോലെ കിട്ടും. വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? പോലീസ്.